ഹലോ നമസ്കാരം, വെൽക്കം ടു ഡേ ഡ്രീംസ്. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും അതേപോലെ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഞങ്ങൾ തീരെ പ്ലാൻ ചെയ്യാത്തൊരു യാത്രയാണ്. രണ്ടാമത്തത്, ഞാനും എൻ്റെ ഒരു സുഹൃത്ത് മാത്രമാണ് ഈ ഒരു യാത്രയ്ക്ക് പോകുന്നത്. എവിടേക്കാണെന്ന് പോകണമെന്ന് പോലും ഞങ്ങൾക്ക് തീരെ ഉറപ്പില്ലാത്തൊരു യാത്ര. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, അതേപോലെ ചെറിയൊരു റിസ്ക്കും ഉണ്ട്. സമയം ഇപ്പോൾ ഏകദേശം രാത്രി 9 മണി ആയിട്ടുണ്ട്. വൈകിട്ട് ഒരു 6 മണി ആയ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ വിളിച്ചിട്ട് പറയണത്, നമുക്കൊരു യാത്ര പോവാം, ലോങ് ഡ്രൈവ് പോവാം, കുറേ നാളായിട്ടില്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ അവൻ്റെ ഒപ്പം ആ ഒരു യാത്രയ്ക്ക് പോകാമെന്നുള്ള പ്ലാൻ ഇട്ടു. അപ്പോൾ പോകുന്നത് ഞങ്ങളൊരു ഹത്ത ഒമാൻ ബോർഡറിലേക്കാണ് പോകുന്നത്. സമയം ഒരു 12 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പരിപാടി. അപ്പോൾ എന്തായാലും ഒരു യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലോങ് ഡ്രൈവിൻ്റെ ഒപ്പം നിങ്ങളും ഞങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്തിട്ട് കാഴ്ചകളും കാണാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഡേ ഡ്രീംസ്. ഷാർജ സൈഡിലാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ താമസിക്കുന്നത്. സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. പതിവ് പോലെ ചെറിയൊരു പോസ്റ്റും തന്നു. അപ്പോഴാണ് നമ്മുടെ കഥയിലത്തെ നായകൻ ലിഫ്റ്റ് ഇറങ്ങി വരുന്നത്. എല്ലാ കൂട്ടുകാരന്മാരുടെ ഇടയിലും ഒരു നല്ലവനായ ഒരു ഉണ്ണി ഉണ്ടാവും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവനാണ് താരം. ഒരു മാസം താമസിക്കാനുള്ള സാധനങ്ങളായിട്ടാണ് ഈ പുള്ളിക്കാരൻ വണ്ടിയിൽ കയറുന്നത്. എൻ്റെ പേര് കെവിൻ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒമാനിലേക്ക് പോകാൻ നോക്കുകയാണ്. ഉറപ്പൊന്നുമില്ല. ഇന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു ട്രിപ്പാണ്. അപ്പോൾ സാധനം പാക്ക് ചെയ്തിട്ട് പോകണം. ഇനി ബോർഡർ കടന്നു കഴിഞ്ഞാൽ കടന്നില്ലെങ്കിൽ തിരിച്ചു തരും, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ യാത്ര തുടങ്ങി. ഹത്ത ബോർഡറിലേക്കാണ് ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത്. ഒരു ബാഗിൽ 2 ജോഡി ഡ്രസ്സും കുറച്ച് ഒമാൻ റിയലാണ് ഞാൻ കൈപിടിച്ചിട്ടുള്ളത്. ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് പാസ്പോർട്ടും പിന്നെ ഒരു കാർ ഇൻഷുറൻസും എടുത്തിട്ടുണ്ട്. കെവിനാണെങ്കിൽ ഫുൾ ക്യാമ്പിംഗ് സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ബോർഡർ ക്രോസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും അതൊക്കെയാണ് അവൻ്റെ ലഗേജ്. കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒന്ന് ലോങ് ഡ്രൈവ് ചെയ്യാൻ. ഇതേപോലെ പെട്ടെന്നാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈകിട്ട് ഒരു 6 മണി ആയപ്പോഴാണ് കെവിൻ ഒരു ലോങ് ഡ്രൈവ് പോയാലോ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. റാസഖൈമ അല്ലെങ്കിൽ ഫുജിയറ ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാന്. എന്തായാലും ഒരു ഡ്രൈവ് എന്തായാലും ചെയ്യുന്നുണ്ട്, അപ്പോൾ നന്നായിട്ട് പോവാമെന്ന് വിചാരിച്ചു. വണ്ടി ഓടിച്ച് ഞാൻ ഒമാൻ സൈഡിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കെവിൻ ഈ പ്ലാൻ സജസ്റ്റ് ചെയ്തത്. ഒരു ലക്ഷ്യമില്ലാത്ത ഒരു രസമുള്ള യാത്ര. കുറേ തമാശകളും കഥകളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഏകദേശം 3 മണിക്കൂർ എടുത്തു ഞങ്ങൾക്ക് ഹത്ത ബോർഡറിലേക്ക് ഒന്ന് എത്താൻ. ഇവിടുത്തെ ലാസ്റ്റ് പെട്രോൾ പമ്പിൽ കയറിയിട്ട് ഒരു ഫുൾ ടാങ്ക് പെട്രോളും അടിച്ച് നല്ല ചൂടുള്ള ചായയും കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇനി 1 കിലോമീറ്റർ പോയാൽ ഹത്ത ഒമാൻ ബോർഡറാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഒമാനിലേക്ക് പോയിട്ടുള്ളത്. കെവിൻ്റെ ആദ്യത്തെ ഈ ഒമാൻ യാത്രയാണിത്. എന്തായാലും നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് 2 പേർക്കും. ബോർഡർ ക്രോസ് ചെയ്യാൻ സാധിക്കും എന്നത് ഉറപ്പില്ല, എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. ബോർഡർ ക്രോസിങ്ങിന് അവിടെ ക്യാമറ അലൗഡ് അല്ല. ഞങ്ങൾ പോയ സമയമായതുകൊണ്ടാവാം തീരെ തിരക്കും ഒന്നുമില്ലായിരുന്നു. വളരെ പെട്ടെന്ന് ഐഡിയും പാസ്പോർട്ടും പിന്നെ കാർ ഇൻഷുറൻസും ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ സ്റ്റാമ്പ് അടിച്ചു തന്നു. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ദുബായ് റെസിഡൻസ് ഉള്ളവർക്ക് ഫ്രീ എൻട്രിയാണ് ഒമാൻ ഗവൺമെൻറ് കൊടുക്കുന്നത്. ഒരാൾക്ക് 35 ദിർഹംസ് എക്സിറ്റ് ഫീസ് മാത്രമാണ് ഞങ്ങൾക്ക് അവിടെ ചാർജ് വന്നത്. അങ്ങനെ മാക്സിമം 5 മിനിറ്റ് കൊണ്ട് ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ ഒമാനിലേക്ക് കടന്നു. ബോർഡർ കടന്നപ്പോൾ തന്നെ ഫോണിലത്തെ സിമ്മും ഡാറ്റേൻ്റെ സിഗ്നലും ഒക്കെ പോയി. എന്തോ ഭാഗ്യത്തിന് മസ്കറ്റിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് നോക്കാനായിട്ട് ഹത്ത ബോർഡറിലെത്തിയപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മാപ്പ് മാത്രമാണ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ളത്. യുഎയിലുള്ള സമയത്ത് ഞങ്ങളുടെ ഫോണിൽ റോമിംഗ് സർവീസ് എടുക്കാൻ ഞങ്ങൾ മറന്നു. നല്ല 8ൻ്റെ പണിയാണ് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കിട്ടിയത്. ബോർഡറിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടൽ കയറി കെവിൻ വഴി ചോദിക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത്. ടൂറിസ്റ്റ് സിം മേടിക്കണമെങ്കിൽ മസ്കറ്റ് നഗരത്തിൽ പോവേണ്ടി വരുമെന്നതായി അവിടുത്തെ ഉള്ളവരുടെ നിർദ്ദേശം. എന്തായാലും ഒമാൻ കടന്നു. അപ്പോൾ മസ്കറ്റിൽ പോയി ഒന്ന് കണ്ടുവരാമെന്നതായി പ്ലാന്. ബോർഡറിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ ദൂരെയാണ് ഈ മസ്കറ്റ് നഗരം. അങ്ങനെ ഞങ്ങൾ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലേക്ക് യാത്ര തുടങ്ങും. പുതിയതായി പണിത ഒരു എക്സ്പ്രസ് ഹൈവേ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്.
ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് റൂട്ടാണ് ഈ എക്സ്പ്രസ് ഹൈവേ. എല്ലാ 10 കിലോമീറ്റർ കൂടുമ്പോൾ പെട്രോൾ പമ്പുകളുണ്ട് അവിടെ. ഓരോ പമ്പിലും കയറിയിട്ട് പെട്രോൾ അടിച്ചടിച്ച് പോകാം എന്നതായി ഞങ്ങളുടെ പ്ലാന്. പെട്രോൾ വില കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും ഓരോ മല കയറിയിട്ട് വേണം ഓരോ സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ ഈ അടിച്ചതൊക്കെ വെറുതെ ആവുമെന്നതാണ് എനിക്ക് മനസ്സിലായത്. നല്ല കോടമഞ്ഞ് ഉള്ളത് കാരണം ചിലയിടത്ത് വണ്ടി ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 5.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ മസ്കറ്റ് നഗരത്തിലെത്തി. സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. ഒന്ന് ഫ്രഷ് ആവാനായി അടുത്തുള്ളൊരു പെട്രോൾ പമ്പിൽ ഞങ്ങൾ വണ്ടി ഒതുക്കി. സ്റ്റാർബക്സ് കണ്ടപ്പോൾ ഒരു കോഫിയും അവരുടെ ഫ്രീ ഇൻ്റർനെറ്റ് സർവീസ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ കയറി. പണി അവിടെയും കിട്ടി. ഒമാൻ സിമ്മുള്ളവർക്കാണ് വൈഫൈ പാസ്വേഡ് മെസ്സേജ് വഴി കിട്ടുന്നത്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ട് അവിടെ നിന്നൊരു ഒമാനി ലോക്കൽ ഞങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഹോട്ട്സ്പോട്ട് തന്ന് സഹായിച്ചു. കയ്യിൽ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്ന അവസ്ഥയായി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സമയം ചെലവാക്കിയതിന് ശേഷം ഒമാനിലത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കാണാമെന്ന് വിചാരിച്ചു. വാദി അൽ ഷാബ് എന്നാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഒമാൻ സിറ്റിയിൽ നിന്നും 2 മണിക്കൂർ യാത്രയുണ്ട് ഈ വാദിയിലേക്ക്. പ്രത്യേകിച്ച് ഒരു പരിപാടിയും ഇല്ലാത്തത് കാരണം ഞങ്ങൾ അവിടേക്ക് വെച്ച് പിടിച്ചു. അത്യാവശ്യം നല്ല ചളികളും തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ സമയം പോയത് അറിഞ്ഞില്ല. എവിടെ നോക്കിയാലും മലകൾ മാത്രമാണ് ഞങ്ങൾ ഇവിടെ കാണാൻ സാധിച്ചത്. നീണ്ടു കിടക്കുന്ന തീരെ തിരക്കില്ലാത്ത റോഡുകൾ. എവിടെ നോക്കിയാലും ഓരോ വാദീൻ്റെ പേരും അവിടെയും ഇവിടെയും എഴുതിയിട്ടുണ്ട്. 2 മലകളുടെ ഇടയിലുള്ള താഴ്വരം എന്നാണ് വാദി എന്ന അറബിക് പേരിൻ്റെ അർത്ഥം. അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വാദി അൽ ഷാബ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഞങ്ങൾ എവിടെ ചെന്നാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പറഞ്ഞതുപോലെയാണ് ഞങ്ങളുടെ കാര്യം. വാദി അൽ ഷാബിൻ്റെ എൻട്രൻസ് ആണ് ഈ ഭാഗം. 1 റിയാൽ കൊടുത്തിട്ട് ബോട്ട് ഉപയോഗിച്ച് ഈ ആമ്പൽക്കുളം കടന്നിട്ട് 40 മിനിറ്റ് ഹൈക്കിംഗ് ചെയ്തിട്ട് വേണം വാദി അൽ ഷാബ് കാണാൻ. സത്യം പറഞ്ഞാൽ നടക്കാൻ നല്ല മടിയുണ്ട് 2 പേർക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അബ്ദുള്ള എന്ന ഒരു ഗൈഡ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. വാദി തെവി വണ്ടിയിൽ പോയി കാണിച്ചു തരാമെന്ന് ഓഫറും തന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി വണ്ടിയിൽ കയറി. ഇവനാണ് ശബ്ദം ഉണ്ടാക്കണ്ടായിരുന്നല്ലേ? മലയാളിയാണോ? ഈശ്വര, ഇല്ല ഒന്നുമില്ല രാമൻകുട്ടി. So this is Tiwi. It starts from here, Wadi Shab, and in the end, Wadi Tiwi. Tiwi town, it's in between 2 Wadi, Wadi Shab and Wadi Tiwi. Why that's called Wadi Tiwi? Because it's bigger than Wadi Shab. And in Wadi Tiwi there is 5 villages. Okay. Yes. We will visit first, second, and third, and fifth. Fourth will be down. We will see it from far. I will explain when we are up there. 20 മിനിറ്റ് ഡ്രൈവ് കൊണ്ട് 5 വില്ലേജും കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ വാദി ടിവിയിലേക്ക് എത്താൻ. നമ്മുടെ നാട്ടിൽ പോയ ഒരു ഫീലാണ് അവിടെ ഞങ്ങൾക്ക് വന്നപ്പോൾ കിട്ടിയത്. വാഴകൃഷിയും ചെടികളും ആടും പശുവും തോട്ടങ്ങളുമാണ് ഇവിടെയുള്ളത്. ഒരു മലമുകളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് 10 മിനിറ്റ് നടന്നിട്ട് വേണം വാദി ടിവിയിലേക്ക് എത്താൻ. കുളിക്കാനായിട്ടുള്ള ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. നാട്ടിൽ നമ്മൾ പറമ്പിൽ പോകുന്ന ഒരു ഫീലായിരുന്നു ഇവിടെ വന്നപ്പോൾ. അങ്ങനെ നടന്ന് ഞങ്ങൾ കാത്തിരുന്ന ആ കാഴ്ചയും കണ്ടു. വാദി ടിവി, ഒന്നും പറയാനില്ല. തണുത്ത വെള്ളം, അധികം ആഴമില്ലാത്ത വാദി, ഭംഗി കൂട്ടാൻ നല്ല വെള്ളച്ചാട്ടവും. ഇതൊക്കെ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ വെള്ളത്തേക്ക് ചാടി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സമയം ചെലവാക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വണ്ടി ഓടിച്ച ക്ഷീണം ശരിക്കൊന്ന് മാറി കിട്ടി. നല്ലവണ്ണം ഒന്ന് ഫ്രഷ് ആവാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ വാദി ടിവിയിൽ നിന്നും ഇറങ്ങി അബ്ദുള്ളയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മസ്കറ്റിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ നാച്ചുറൽ വണ്ടറായ ഭീമ സിംഗ് ഹോൾ കാണാമെന്ന് വിചാരിച്ചു. ആദിയത് നജം എന്നാണ് ഈ അറബിക്കിൽ ഈ സ്ഥലത്തിൻ്റെ പേര്. അറബിക് മീനിങ് ദി ഫോളിംഗ് സ്റ്റാർ എന്നാണ്. ഈ പേര് വരാൻ കാരണം പണ്ട് കാലത്ത് പല സൈസിലുള്ള ഉൽക്കകൾ ഭൂമിയിലേക്ക് വന്ന് വീണപ്പോൾ ഉണ്ടായ സിങ്ക് ഹോൾ ആണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ബീച്ചിൻ്റെ അടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ സിങ്ക് ഹോൾ കാണാനായിട്ട് ഇവിടെ കുറേ ടൂറിസ്റ്റും വരുന്നുണ്ട്. ഒമാനിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ഭീമ സിങ്ക് ഹോൾ.
വേണമെങ്കിൽ കുളിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ഈ വെള്ളം കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. എമറാൾഡ് ഗ്രീൻ കളറാണ് ഈ വെള്ളത്തിൻ്റെ നിറം. വാദിയിൽ അത്യാവശ്യം കുളിച്ചത് കാരണം ഇവിടെ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയില്ല. കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ മസ്കറ്റ് സിറ്റിയുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒമാൻ അവന്യൂസ് മാളിൽ ഒന്ന് കയറി. ഒമാൻ ലോക്കൽ സിം എടുക്കാനാണ് ഞങ്ങളുടെ പ്ലാന്. എന്തോ ഭാഗ്യത്തിന് ഒരു കൗണ്ടറിൽ സിമ്മിന് കൊടുക്കുന്നതും കണ്ടു. ഫ്രീ സിമ്മാണ് പാക്കേജ്. കസ്റ്റമൈസ് ചെയ്ത ഒരു ഡാറ്റ പാക്കേജ് എടുത്ത് ഞങ്ങൾ അടുത്തുള്ള ഒരു ഐബിസ് ഹോട്ടലിലേക്ക് യാത്ര തിരിച്ചു. പെട്ടെന്ന് എടുത്ത ഒരു ട്രിപ്പായത് കാരണം ഹോട്ടൽ ബുക്കിംഗ്സ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഐബിസ് എവിടെ പോയാലും ഓൾമോസ്റ്റ് സെയിം ആംബിയൻസും കംഫർട്ടും കിട്ടും എന്ന് ഉറപ്പിൽ ഞങ്ങൾ അവിടെ റൂം എടുത്തു. ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്ത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം എന്നതായിരുന്നു ആദ്യം പ്ലാന്. പക്ഷെ ക്ഷീണം കാരണം കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഉറങ്ങിപ്പോയി. പിന്നെ ഇപ്പോഴാണ് ഇറങ്ങുന്നത്. സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടിരുന്നു. ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാമെന്നതായി പ്ലാന്. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങളൊന്ന് പകച്ചുപോയി. 100-500 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. മസ്കറ്റിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു മന്തി ഷോപ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, ഫുഡ് അടി ഞങ്ങളുടെ ചെറിയൊരു വീക്ക്നെസ്സാണ്. അങ്ങനെ അവിടുത്തെ ഫേമസ് മട്ടൻ മന്തി കഴിച്ച് ഞങ്ങൾ ചൂട് ചായം കുടിച്ച് ഞങ്ങളുടെ വിശപ്പ് മാറ്റി. സമയം ഇപ്പോൾ ഏകദേശം 9 മണിയായിട്ടുണ്ട്. മസ്കറ്റ് നഗരത്തിൽ തന്നെ ഒരു കൊട്ടാരം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അൽ ആലം പാലസ് എന്നാണ് കൊട്ടാരത്തിൻ്റെ പേര്. പുതിയ വഴിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. യാത്ര ഇഷ്ടപ്പെടുന്നവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഓരോ യാത്രയും വേറിട്ടൊരു എക്സ്പീരിയൻസാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എന്തായാലും കിട്ടിയ അവസരം നന്നായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നതായി ഞങ്ങളുടെ പ്ലാന്. കോർണിഷ് ഭാഗത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. പല ആഡംബര യാട്ടുകളും ബോട്ടുകളും ഇവിടെ കാണാൻ സാധിച്ചു. അൽ ആലം പാലസ് ഓൾഡ് മസ്കറ്റിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 200 വർഷം പഴക്കമുള്ള ഈ പാലസ് സുൽത്താൻ്റെ 6 വസതിയിൽ ഒന്നാണ് ഇത്. ഇപ്പോൾ ഈ കൊട്ടാരം ഗവൺമെൻറ് ഒഫീഷ്യൽ ഫങ്ഷൻസിനും ഡിസ്കഷൻ ചെയ്യാനുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ബ്ലൂ ആൻഡ് ഗോൾഡ് തീമിലുള്ള ഈ പാലസിന് ഏത് സമയത്തും കാണുമ്പോഴും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. പാലസിൻ്റെ മുൻവശം വരെ പോകാൻ സാധിക്കും. പബ്ലിക്കിന് ഈ ഗേറ്റ് വരെയാണ് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള പെർമിഷൻ തന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ സമയം ചിലവാക്കി. പാലസ് കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. റോഡ് സൈഡിൽ കുറച്ച് തിരക്ക് കണ്ടതോടെ ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കി. അപ്പോഴാണ് ടൂറിസ്റ്റ് സ്പോട്ടായ മുത്ര സൂക്ക് കണ്ടത്. ഒന്ന് വിസിറ്റ് ചെയ്യാം എന്നതായി പ്ലാന്. ഏകദേശം 200 വർഷം പഴക്കമുണ്ട് ഈ മാർക്കറ്റിന്. ഭക്ഷണ സാധനങ്ങൾ തൊട്ടിട്ട് സോവിനിയേഴ്സ് വരെ ഇവിടെ കിട്ടും. അറേബ്യൻ പെർഫ്യൂംസിൻ്റെ ഒരു ലോകം തന്നെയുണ്ട് ഇവിടെ. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാണെങ്കിൽ മലയാളികളാണ് ഇവിടെ കൂടുതലും ഷോപ്പുകൾ നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഓർമ്മയ്ക്കായിട്ട് മേടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അടുത്തുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് നടന്നു. എങ്ങനെയുണ്ട്? ഒരു സാധനം പോലെ ജ്യൂസിനൊക്കെ പറഞ്ഞല്ലോ. നീ അധികം കഴിക്കണ്ട. നീ അധികം കഴിക്കണ്ട. കെവിൻ പറഞ്ഞതുപോലെ ഒരു രക്ഷയുമില്ല. നല്ല ഫുഡ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് സ്കൂട്ടായി. കാലത്ത് തന്നെ അലാം വെച്ച് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലെത്തി. കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉള്ളത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ റൂം ചെക്കൗട്ട് ചെയ്തു. പോകുന്ന വഴിയിൽ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക് കാണാമെന്ന് പ്ലാനിട്ടു. ഒമാനിലത്തെ ഏറ്റവും വലിയ മോസ്കാണിത്. 1994 ഈ പള്ളിയുടെ പണി തുടങ്ങിയത്. 6 വർഷവും 7 മാസം കൊണ്ടാണ് ഈ മനോഹരമായ ഈ പള്ളി പണിതിട്ടുള്ളത്. 5 മിനാരയുള്ള ഈ പള്ളിയിൽ ഏകദേശം 20,000 വിശ്വാസികളെ അകത്തും പുറത്തുമായിട്ട് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പള്ളിയുടെ അകത്തും പുറത്തുമായിട്ട് കുറേ പോലീസുകാർ അവരുടെ പണ്ടത്തെ പോലീസ് വേഷത്തിൽ നിൽക്കുന്നതും കാണാൻ സാധിച്ചു. ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ടാണ് ഈ പള്ളിയെ സൂക്ഷിക്കുന്നത്.
അങ്ങനെ പുറത്ത് കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ചെരുപ്പ് ഊരിയിട്ട് അകത്തേക്ക് പ്രവേശിച്ചു. അതിമനോഹരമായി പണിതിട്ടുള്ള ഒരു പള്ളി. ഗ്രീൻ ആൻഡ് ഗോൾഡ് തീമിലാണ് കാർപ്പറ്റ്. ഭംഗി കൂട്ടാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഷാൻഡലിയറും നടുക്ക്. 8.5 ടണ്ണാണ് ഇതിൻ്റെ വെയിറ്റ്. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു മുസ്ലിം പള്ളിയാണിത്. കുറച്ചു നേരം പള്ളി ചുറ്റി കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു ഷോർട്ട് ട്രിപ്പ് നല്ലവണ്ണം എൻജോയ് ചെയ്ത് റിലാക്സ് ആയ ഒരു ഫീല്. നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒമാൻ രാജ്യത്തോട് വിട പറഞ്ഞ് ഞങ്ങൾ ദുബായിലേക്ക് തിരിച്ചു. എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയൊരു വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു അടിപൊളി ട്രാവൽ വീഡിയോ ആയിട്ട് ഡേ ഡ്രീംസിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ സേഫ്.